മീര. പേരേതായാലും കൊള്ളാം. എത്രയുണ്ട്? 1000 തികയില്ല, 10 രൂപ കുറവുണ്ട്. ഓഹോ, തെക്കേമഠം ബംഗ്ലാവ് വാങ്ങാമല്ലോ. മോനെ നരേന്ദ്ര, ഇങ്ങോട്ട് പുറപ്പെടാൻ നേരത്തെങ്കിലും നീ ആരാ എന്താണ് ആ പാവത്തിനോടൊന്ന് പറയായിരുന്നില്ലേ? പറയണമെന്നുണ്ടായിരുന്നു, സാധിച്ചില്ല. കേട്ടിടത്തോളം കൊണ്ട് ആ പെണ്ണ് വല്ലാണ്ട് മോഹിച്ചിരിക്കുക. മോഹിച്ച പിന്നെ നോവിച്ചാൽ ശാപം തലക്കിരിക്കും. അങ്ങനെ തലക്കിരുന്നിട്ടാവും ചേട്ടൻ ഇങ്ങനെ കഷണ്ടി തലനായത് അല്ലേ? എന്നെ നോക്കി പേടിപ്പിക്കില്ലേ ഗൾഫ് മത്തായി? ഏതായാലും അഡ്രസ് ഉണ്ടല്ലോ, ആ. സത്യാവസ്ഥ കാണിച്ച് വിശദമായിട്ടൊരു കത്തങ്ങോട്ട് അയക്കുക. മോഹിക്കണ്ടാന്ന് പ്രത്യേകം കാണിച്ചിരിക്കണം. ആ കൂട്ടത്തിൽ അവൾ ഈ തന്ന പണത്തിന്റെ 10 100 ഇരട്ടി നീ അങ്ങടെ അയച്ചു കൊടുക്കുക. നിനക്ക് സമാധാനം കിട്ടും, അവൾക്ക് അതൊരു ആശ്വാസമാവുകയും ചെയ്യും. അങ്ങനെ പിച്ചക്കാശ് വാങ്ങുന്നവരല്ലവര്. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് കൊടുത്ത പോലെ വല്ല മോതിരം വല്ല നീ കൊടുത്തിട്ടുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അതിപ്പോ മോതിരം അല്ലെങ്കിലും ദുഷ്യന്തം കൊടുത്തതുപോലെ വേറെ ഒന്നും കൊടുത്തില്ലല്ലോ. അല്ല, നീ ഈ പറയണതൊക്കെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും വിശ്വസിക്കാം. എന്നാ പിന്നെ ഈ സമയം കളയണ്ട. അതെ, അവനവന് പാകമായിട്ടുള്ള ട്രൗസർ ഇട്ടാ പോരെ ചേട്ടാ? ഞാൻ പാകായിട്ടുള്ള ട്രൗസർ തന്നെ ഇട്ടേക്കണം. ആ ട്രൗസറിന്റെ കാര്യമല്ല പറഞ്ഞത്, ഈ ട്രൗസറിന്റെ കാര്യ. ഇതങ്ങോട്ട് കുടിച്ചിട്ട് എനിക്ക് തലയിൽ ചോക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രിയപ്പെട്ട മീരയ്ക്ക്, പ്രിയപ്പെട്ട മീരയ്ക്ക്, ജോലിയിൽ പ്രവേശിച്ചു. മീര പറഞ്ഞതുപോലെ ചുറുചുറുക്കോടെ മനസ്സ് തുറന്ന് കുറെ എഴുതുന്നുണ്ട്. പക്ഷേ മീരയുടെ മറുപടിക്ക് ശേഷം മാത്രം. സ്വന്തം നരേന്ദ്രൻ. തൊലച്ചു സംഗതി ഒന്നുകൂടെ കൊള്ളായില്ലേ? അങ്ങനെ എഴുതാനല്ലല്ലോ പറഞ്ഞത്. അവൾക്കൊന്നും മോഹിക്കാൻ പറ്റാത്ത അത്ര ഉയരത്തിലാണ് നീ എന്നുള്ള സത്യം എഴുതാനല്ലേ ഞാൻ പറഞ്ഞത്. എനിക്കെന്താ 2 കൊമ്പുണ്ടോ? ഉണ്ട്. ആന വിട്ടുവിടുന്ന പോലെ ആടിനിടാൻ പറ്റുമോ? അതിനിവിടെ ഇപ്പൊ ആരാ പെൺറൂട്ടെ? കഷണ്ടി തലയൻ. മോനെ നരേന്ദ്ര, നമുക്ക് ഈ ബന്ധം പറ്റില്ല. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒക്കെ ചേർന്ന ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. ഒറ്റ മോളാ, ഡാഡി പൈലറ്റാ, മമ്മി ആണെങ്കിൽ ആകാശത്ത് പറന്നു കിടക്കുന്ന ഡാഡിയുടെ നില എനിക്ക് വേണ്ട. ഒന്നിനും സമയമില്ലാത്ത സ്ലീവ്ലെസ് മമ്മിയുടെ വില എനിക്ക് വേണ്ട. സ്നേഹിക്കാൻ മനസ്സും സമയമുള്ളവരായിരിക്കണം. ആ പറഞ്ഞതാ നേരെ. ഇവരോട് പോകാൻ പറ. നരേന്ദ്ര, മോനയച്ച കത്തിന് മറുപടി വന്നു. ഇത്ര പെട്ടെന്നോ? അതായി പ്രേമത്തിന്റെ ഒരു സ്പീഡ്. മോനതിങ്ങടുത്ത് ഞാൻ വായിച്ചു നോക്കട്ടെ. പിന്നെയും കാശ്. ഇവൾക്ക് സൈറ്റ് അടിക്കാൻ മാത്രമല്ല നോട്ടടിക്കാനും അറിയാനാ തോന്നണേ. വായിച്ചേൻ. എന്റെ 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 ഇതെന്തത്? 1 2 3 4 5 6 7 എന്റെ ഏട്ടന് അങ്ങനെ വിളിക്കാനുള്ള അവകാശം ഞാൻ എടുക്കുക. ഓ, അപ്പൊ ഇതൊരു അവകാശ തർക്കമായിരുന്നു എന്റെ. കറക്റ്റ്. താൻ വായിക്കടോ. ഇനി മറുപടി കത്തിൽ ചേട്ടന്റെ മനസ്സ് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരിക്കേ നീ അവിടെ കാത്തിരുന്ന് ബോറടിച്ച് ചാവേ ഉള്ളൂ. നിന്റെ ഈ പൂതി ഒന്നും നടക്കില്ല മോളെ, നടക്കില്ല. നടക്കും. ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ 3 പേരും കൂടി നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നും ഞാൻ പറയട്ടെ, ഇത് മുടക്കും. അതാണ് എനിക്കും ഇഷ്ടം. ആരെങ്കിലേക്ക് ധിക്കരിച്ച് തോൽപ്പിച്ച് ഒരു കല്യാണം കഴിക്കാൻ എനിക്കിപ്പോ നല്ല മൂടാ. ആഹാ ആഹാ. എന്താ അവൻ കഴിക്കുന്ന? അല്ല, ഇതിന്റെ ഇടയിൽ പെൺറൂട്ടെന്ന് പറഞ്ഞല്ലോ, അതാരാ? നിന്റെ അപ്പൂപ്പൻ. ഈശോയെ.
ആ വന്നോളൂ. ഇത് കൊട്ടാരമാണോ അതോ കാഴ്ച ബംഗ്ലാവോ? ഇത് കൊട്ടാരോ കാഴ്ചബംഗ്ലാവോ ഒന്നുമല്ല. നീ മനസ്സ് വെച്ചാൽ നിന്റെ അളിയനായേക്കാവുന്ന നരേന്ദ്രനാഥ കുറുപ്പിന്റെ വീടായത്. വീടോ? ആ ഇതോ? എന്റെ അമ്മോ, എന്തു പറ്റി ഭാസ്കര? ഒരു തലക്കറക്കം പോലെ വിശ്വസിക്കാനാവുന്നില്ല. അപ്പൊ നീ അകത്തേക്ക് കയറി നോക്കിയാലോ? വരൂ വരൂ വരൂ. ഞാൻ എന്താ ഈ കാണുന്നത്? സ്വപ്നമാണോ? നിന്നെ പോലുള്ളവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഇതൊരു ഭാഗ്യമാണെന്ന് കരുതിയാ മതി. കരുതാനോ? മഹാഭാഗ്യം തന്നെയാണ്. കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞല്ലോ അല്ലേ? ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അയ്യോ, സാറിനൊന്നും വിളിക്കണ്ട. നാളെ വേണോ? ഞാൻ നടത്തി തരാം. അല്ല ഏഷായി, ഞാൻ ഇന്ന് തന്നെ അളിയാന്ന് വിളിച്ചു തുടങ്ങിക്കോട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. എന്താ? കാപ്പ് കുടിച്ചിട്ട് പോവാന്ന്. പ്ലീസ്. ഇരിക്കെ. ജാതിക്ക് അതീതമായി ചിന്തിച്ച ഈ ഭാസ്കരൻ മടിയാധാരമായി പോയിന്ന് കരുതിയല്ലേ? ഇല്ല. വേണ്ട 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 വേണ്ട. ഈ വീടിനകത്ത് കാലെടുത്ത് കുത്തരുത് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? പഴയ കാര്യങ്ങളൊന്നും അയവറക്കണ്ട. ഞാൻ വന്നത് ഒത്തീർപ്പിനല്ല, മീരയ്ക്ക് ഒരു കല്യാണാലോചനയുമായിട്ടാ. നിന്റെ ഭാര്യയുടെ സമുദായത്തിനായിരിക്കും. അല്ല, കുറുപ്പാ, പടക്കുറുപ്പ്. വടക്കുറുപ്പോ? വടക്കുറുപ്പല്ല, പടക്കുറുപ്പ്. വല്യ വീട്ടിലെ പയ്യനാ. സ്ത്രീധനം വേണ്ട, കല്യാണ ചെലവിന് ഇങ്ങോട്ട് തരും. ആരാ ചെറുക്കൻ? കോടീശ്വരൻ. കോടീശ്വരനോ? അതെ. ആപ്പിൾ തോട്ടം, തേയിലത്തോട്ടം, ഓറഞ്ച് തോട്ടം, ഫാക്ടറി, ബംഗ്ല എന്നതിന് പുറമെ റബ്ബർ വേറെ. വീട്ടിനകത്ത് ടെറസ് ഇട്ട കുളം വരെയുണ്ട്. എത്ര കോടിയുടെ സ്വത്തുണ്ടെന്ന് അയാൾക്ക് എന്നെ അറിയില്ല. ചെറുക്കൻ കാണാൻ എങ്ങനെയാ? അമ്മയുടെ ഈ മോനെ പോലെ സുന്ദരൻ. വല്ല പ്രായമുള്ള ആളും ആയിരിക്കും. കാരിരുമ്പിന്റെ കരുത്തും കസ്തൂരി മഞ്ഞളിന്റെ കാന്തിയും മുത്തണങ്ങിയ ചെറുപ്പക്കാരൻ. ഇത്രയും വലിയ ആളെന്തിനാ ഇവിടെ ബന്ധാലോചിക്കണേ? എന്റെ പെങ്ങളായതുകൊണ്ട്. ഞാൻ വിചാരിച്ചാൽ ഇതിലും വലിയ ബന്ധം കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഈ ഞാൻ. നിനക്ക് ഓർമ്മയില്ലേ അവളുടെ ജാതകത്തിൽ രാജയോഗം ഉള്ളതാ? അതൊക്കെ ശരിയായിരിക്കും. പിന്നെ ഈ കല്യാണം നടത്തുന്നത് ഞാനാ. ഇനി മുതൽ എന്റെ ബീവിയും പിള്ളേരും ഇവിടെ ഉണ്ടാവും. ആദ്യം അവരോട് വന്നൊന്ന് കാണാൻ പറയടാ. കം അവർ ഹോം പ്ലീസ്. മനസ്സിലായില്ല? വീട്ടിലേക്ക് വരാമല്ലോ. ഓ. സൂക്ഷ്മത വേണം. കല്ലുണ്ട്, പടിയുണ്ട്, കണ്ണുണ്ട്. ഇതാണ് ചെറുക്കൻ. നമസ്കാരം. വരൂ വരൂ. ഇരുന്നാലും. ഇതെന്താ സിംഹാസനോ? ഉവ്വ്. ഏയ്, ഇത് തന്നെയാള് നരേന്ദ്രനാഥ കുറുപ്പ്, KNK കമ്പനിയുടെ ഏക അവകാശി. ഇതൊന്നും ഇയാൾ ഇവിടെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇനി ശ്വാസം വിട്ടോളൂ. മോളെ, അവരൊക്കെ വന്നു. എനിക്ക് കാണണ്ട. എനിക്ക് സമ്മതമല്ലെന്ന് എത്ര വട്ടം പറഞ്ഞതാ? മോളെ, ഇത് എത്തിയോ? മോളെ, ഇതാരാ വന്നിരിക്കുന്നു നോക്ക്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കാണണ്ട. അപ്പോ നിങ്ങൾ സംസാരിക്കേ, ഞാൻ കൂടി ചെല്ലട്ടെ. എന്നോട് ക്ഷമിക്കണം. വീട്ടിൽ വിളിച്ച് അപമാനിച്ചെന്ന് തോന്നരുത്. ഞാൻ അറിയാതെ ഒരുക്കങ്ങളൊക്കെ നടന്നത്. ഇത്രയും വലിയൊരു ആലോചന വന്നിട്ടും അഹങ്കാരം കാട്ടുവാൻ തോന്നരുത്. എനിക്കൊരാളെ ഇഷ്ട. അയാൾക്ക് എസ്റ്റേറ്റും ബംഗ്ലാവും ഒന്നുമില്ല. ഒരു സാധുവാ. എനിക്ക് അയാളുടെ ജീവന. വേറൊരു വിവാഹത്തിനും എനിക്ക് സമ്മതമല്ല. പെണ്ണിനെ ഇഷ്ടായില്ലെന്ന് പറഞ്ഞ് എന്നെ രക്ഷിച്ച വലിയ ഉപകാരാവും. മുഖം കാണാതെ എങ്ങനെയാ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്? മുഖം കണ്ടില്ലെങ്കിലും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കേട്ടോ.
കെട്ടിക്കൊണ്ടു പോകാനായി വന്നത്. എസ്റ്റേറ്റും ബംഗ്ലാവൊക്കെ ഉണ്ടെങ്കിലും ഞാനൊരു സാധുവാണ് കേട്ടോ.